ഹായ് ഫ്രണ്ട്സ്, തിരുവോണത്തിൻ്റെ അന്ന് സദ്യയുടെ കൂട്ടത്തിൽ പൈനാപ്പിൾ പച്ചടിയും കൂടെ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എന്തായാലും അന്നത് നടന്നില്ല. അപ്പോൾ എന്തായാലും വിചാരിച്ചു ഇന്നത് വെക്കാമെന്ന്. യൂട്യൂബിൽ പല വീഡിയോസും കണ്ടെങ്കിലും ഞാൻ അവസാനം എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഉണ്ടാക്കിയത്. വാങ്ങിയ പൈനാപ്പിളിൻ്റെ 3/4 ഭാഗവും കേടായിരുന്നു. പിന്നെ എന്തായാലും നല്ലത് നോക്കിയാണ് എടുത്തത്. പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ വേവിച്ചെടുക്കുന്നതാണ് പല വീഡിയോസിലും കണ്ടത്. പക്ഷേ ഞാനത് വലിയ കഷ്ണങ്ങളാക്കി വെട്ടിയിട്ട് മിക്സിയിൽ നല്ല രീതിയിൽ അരച്ചെടുത്ത് അതിലൊരു പച്ചമുളകും സ്വല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് 1 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. പൈനാപ്പിളിൻ്റെ മിക്സ് ചെറു തീയിൽ വെച്ച് കുറുകി വരുന്ന സമയത്ത് പച്ചത്തേങ്ങയും സ്വല്പം ജീരകവും കടുകും കൂടി നല്ല രീതിയിൽ അരച്ചെടുത്ത് നമ്മുടെ ഈ മിക്സിലോട്ട് ചേർത്ത് ഇളക്കിയെടുക്കണം. അത് വീണ്ടും തിളച്ച് കുറുകി വരുമ്പോഴാണ് ഞാൻ ഓർത്തത് ഉപ്പിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ അതിനിടയിൽ കൂടി ആവശ്യത്തിനുള്ള ഉപ്പും തട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇളക്കരുത്. ഞാൻ ഒരുപാട് ഇളക്കിയപ്പോൾ എന്നെ ഇവിടെ വഴക്ക് പറഞ്ഞു, ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകുമെന്ന്. പിന്നെ കടുക് കൂടി താളിച്ചൊഴിച്ചപ്പം സംഭവം കളറായിട്ടുണ്ട്. അല്പം കൂടി കുറുകി വന്നിരുന്നെങ്കിൽ സെറ്റായേനെ. എന്തായാലും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം.